ഞങ്ങൾ ദുബായിൽ താമസിക്കുന്ന വീടിനടുത്ത് ഒരു ജെന്റിൽമാൻ ഞങ്ങൾ താമസിക്കുന്നുണ്ട്. പുള്ളിയുടെ വീടെന്ന് പറയുന്നത് വലിയൊരു വില്ലയാണ്. പുള്ളിക്ക് ലക്ഷറി കാർ ഉണ്ട്, അതുപോലെ ഫുൾ ലക്ഷറി ലൈഫ് സ്റ്റൈൽ. ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകുന്നു വരുന്നു. സോ ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. പുള്ളിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പണിയില്ല. കാരണം എപ്പോൾ നോക്കിയാലും പുള്ളിയുടെ ബാക്ക് യാർഡിൽ പിള്ളേരെയൊക്കെ കളിപ്പിച്ച് നിൽക്കുന്ന കാണാം. അപ്പം നിങ്ങൾ ചോദിക്കും എന്താ പുള്ളി പിന്നെ എങ്ങനെയാണ് പുള്ളിക്ക് ഇത്രയും കാശ്, വല്ല സ്മഗ്ലിങ്ങും ആണോന്ന്? ഒന്നുമല്ല. പുള്ളി ലൈഫിൽ ഒരു റിസ്ക് എടുത്തു. ആ ഒരു റിസ്ക് പുള്ളിയുടെ ലൈഫ് ടോട്ടലി മാറ്റിമറിച്ച്. അപ്പോൾ റിസ്ക് എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. പുള്ളി നേരത്തെ സമ്പാദിച്ച് ഉണ്ടാക്കിയ കുറച്ച് സേവിങ്സും പിന്നെ ബാങ്കിൻ്റെ സപ്പോർട്ടോടും കൂടി പുള്ളി ഒരു 1 മില്യൺ ദിർഹംസ് ദുബായ് ഓഫ് പ്ലാൻ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് 3 വർഷം വെയിറ്റ് ചെയ്ത് അതിൽ നിന്ന് 3 ലക്ഷം ദിർഹംസ് പ്രോഫിറ്റിന് റീസെയിൽ ചെയ്തു. വിച്ച് ഈസ് 1.3 മില്യൺ ദിർഹംസിന് പുള്ളി റീസെയിൽ ചെയ്തു. എന്നിട്ട് ഈ 3 ലക്ഷം ദിർഹംസിൽ നിന്ന് 1 ലക്ഷം ദിർഹംസ് പുള്ളിയുടെ സെൽഫ് യൂസിനും 2 ലക്ഷം ദിർഹംസ് പുള്ളി ആ മണി തിരിച്ച് റീഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഈ ഒരു സൈക്കിൾ പുള്ളി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. റീഇൻവെസ്റ്റ് ചെയ്ത് പുള്ളി ഒരു മൾട്ടിപ്പിൾ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഒരു സ്ട്രോങ് ഇൻവെസ്റ്റർ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തു. ഇന്ന് ആ മൾട്ടിപ്പിൾ അസറ്റ്സിൽ നിന്ന് പുള്ളി നല്ലൊരു ഏർണിങ്സ് മന്ത്ലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ബില്യണേഴ്സും മില്യണേഴ്സും പൈസ ഉണ്ടാക്കുന്നത്. സോ ഈ ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങളും ഫോളോ ചെയ്യാനുള്ളത്. അപ്പം നിങ്ങൾക്കും ബില്യണേഴ്സ് ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും ആകാം. പക്ഷേ ആ ഒരു ഇനിഷ്യൽ എമൗണ്ട് നിങ്ങൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എങ്ങനെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യുന്നു എന്നതിലാണ് നിങ്ങളെ ബില്യണർ ആക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ പുള്ളി എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹാർഡ് വർക്കും ചെയ്യുന്നില്ല. പക്ഷെ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് സ്മാർട്ടായിട്ട് യൂസ് ചെയ്തു. അപ്പോൾ വീട്ടിലിരുന്ന് ചില്ലായിട്ട് ക്യാഷ് ഉണ്ടാക്കേണ്ട ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ റിയൽ എസ്റ്റേറ്റ്.